ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ലൊരു കിഡിലൻ ഫിസിക്കൽ ടാസ്ക് ആണ് ഇത്തവണ ബിഗ് ബോസ് ഡെയിലി ടാസ്ക് ആയിട്ട് കൊടുത്തത്. ഒരു രക്ഷയുമില്ലായിരുന്നു. കിഡിലൻ ടാസ്ക്. ജിൻഡോ, റസ്മിൻ, നിഷാന എന്നിവരുള്ള ടണൽ ടീമാണ് ഈ ഒരു ടാസ്കിൽ ജയിച്ചത്. അപ്പൊ ടാസ്കിനിടയ്ക്ക് നമ്മുടെ ഗബ്രി വല്ലാതെ ട്രിഗറായി. ആണുങ്ങളെ പോലെ ആണുങ്ങളുടെ നെഞ്ചത്തോട്ട് എറിയിട, പെണ്ണുങ്ങളെ എറിയാതിട എന്നൊക്കെ റോക്കിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ സോഫ്റ്റ് ബോൾ ആണ് ബിഗ് ബോസ് കൊടുത്തത്, അല്ലാതെ വലിയ ബോംബോ ഗണ്ണോ ഒന്നുമല്ല. ഗബ്രി ഇത്രയും ട്രിഗർ ആവേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. നല്ല ഓവറായിരുന്നു. സെക്കൻഡ് തിങ്, എത്ര ട്രിഗർ ആയാലും ആണുങ്ങളെ പോലെ എന്നൊക്കെ വെച്ച് സംസാരിക്കുമ്പോൾ അവന്റെയൊക്കെ പുരോഗമനം എവിടെ പോയി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വലിയ പുരോഗമനം പറച്ചിലിന് മാത്രം പോരാ. എന്നാ ട്രിഗർ ആയെന്ന് പറഞ്ഞാലും ആണുങ്ങളെ പോലെ എറിയട, ആണുങ്ങളുടെ മണ്ടയ്ക്ക് എറിയട എന്നൊക്കെ പറയുന്ന ഒരുമാതിരി 90s പടങ്ങളിലെ മാസ് ഡയലോഗ് ആണ്. ഗബ്രി അതൊക്കെ മാറ്റി പിടിക്കേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു. സോഫ്റ്റ് ബോൾ എറിഞ്ഞാൽ വേദനിക്കുന്നുണ്ട് എങ്കിൽ ഗബ്രിക്കൊക്കെ വല്ല നാടോടി നൃത്തത്തിനും പോകുന്നതായിരിക്കും നല്ലത്. സോഫ്റ്റ് ബോൾ എറിഞ്ഞപ്പോ വേദനിച്ചു എന്ന് എന്തൊരു കഷ്ടമാണെന്ന് ഓർക്കണം. എയിം ചെയ്തടിക്കാൻ എന്റെ കയ്യിൽ ഗണ്ണൊന്നും അല്ലട എന്ന് റോക്കി അപ്പൊ തന്നെ പറയുകയും ചെയ്തു. ആ ഒരു സൂക്കേട് റോക്കി മൊത്തത്തിൽ അങ്ങ് തീർത്തു കൊടുത്തു. ഇത്രയ്ക്കും വലിയ അമുൽ ബേബികളെ ആദ്യമായിട്ടാണ് ഒരു ബിഗ് ബോസിൽ ഞാൻ കാണുന്നത്. റോക്കി നല്ല രീതിയിൽ പ്രൊവോക്കായിട്ട് നിനക്കെന്റെ പവർ കാണണോടാ വാടാ എന്നൊക്കെ പറഞ്ഞ് നല്ല കലിപ്പിൽ റേസായി വരുന്നുണ്ടായിരുന്നു. പെണ്ണുങ്ങളുടെ ആസ്ഥാനത്ത് ബോൾ എറിഞ്ഞു എന്നാണ് ഗബ്രി ഗാർഡൻ ഏരിയ വെച്ച് ഷോ കാണിച്ചുകൊണ്ടിരുന്നത്. അത് നേരെ കൺഫെഷൻ റൂമിലോട്ട് പോകുമ്പോൾ തിരിഞ്ഞു വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പറയാം. അപ്പോ സിജോ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നാ പിന്നെ പെണ്ണുങ്ങളെ മാറ്റി നിർത്താൻ അങ്ങോട്ട്. കറക്റ്റ് കാര്യമല്ലേ ആ പറഞ്ഞത്. ആൺ പെൺ വ്യത്യാസമില്ലാതെയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ബിഗ് ബോസ് ഹൗസില് ഫിസിക്കൽ ടാസ്കുകൾ ചെയ്യുന്നത്. സോഫ്റ്റ് ബോൾ ഒക്കെ ഇത്ര ആഞ്ഞു പിടിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇത്രയ്ക്കൊക്കെ വേദനിക്കത്തുള്ളൂ എന്ന് അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവും. പിന്നെ ഗബ്രി വെളിയിൽ വെച്ച് പെണ്ണുങ്ങളുടെ ആസ്ഥാനത്ത് എന്ന് പറഞ്ഞിരുന്നു. അതിന് ശ്രീരേഖയുടെ പോലും പിന്തുണ ഉണ്ടായില്ല. നീ പോയി നിന്റെ പണി നോക്കടാ ചെക്ക എന്നുള്ളൊരു വൈബായിരുന്നു ശ്രീരേഖ. ടാസ്ക് ആണ്, ഗെയിം സ്പിരിറ്റ് ഉണ്ട്. എന്ത് സഹിച്ച് തരണം ചെയ്ത് കളിക്കാൻ ശ്രീരേഖയും യമുനയും മറ്റുള്ളവരും എല്ലാവരും റെഡിയായിരുന്നു. അല്ലാതെ ഈ രണ്ടെണ്ണങ്ങളെ പോലെയല്ല, ജാസ്മിനെയും ഗബ്രീനെയും പോലെയല്ല. എന്നിട്ട് കൺഫെഷൻ റൂമിലേക്ക് കയറിയപ്പോ എന്റെ ആസ്ഥാനത്തേക്ക് എന്ന് ഗബ്രി പറയുന്നുണ്ട്. ഇവൻ ആരുടെ ഈ പാൽകുപ്പി? ഇവൻ പെണ്ണാണോ അതോ ആണാണോ? എവിടെയെങ്കിലും നീ ഉറച്ചു നിൽക്കും മോനെ എന്നൊരു മൈൻഡിലായിരുന്നു ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. കൺഫെഷൻ റൂമിലിരുത്തി ബിഗ് ബോസ് വരെ മടുത്തു ഗബ്രിയലിന്റെ ഈ ഒരു കരച്ചിലും നിരവാദവും കേട്ടിട്ട്. ഗെയിമിനെ ഗെയിം സ്പിറ്റിൽ എടുക്കാനുള്ളതിന് ഇങ്ങനെ കിടന്ന് തിളക്കേണ്ട യാതൊരുവിധ കാര്യവും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അവസാന താക്കീത് കൊടുത്തു 3 പേർക്കും. വഴക്ക് കണ്ട് മടുത്തു എന്ന് പച്ചയ്ക്ക് ബിഗ് ബോസ് പറഞ്ഞു. ആദ്യമായിട്ടാണ് ബിഗ് ബോസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇത്രയും ദിവസം വായിൽ നാക്ക് കാണാതായി പോയ നമ്മുടെ അർജുൻ വരെ ഈ ഒരു കേസിൽ റിയാക്ട് ചെയ്തു. അവൻ പറഞ്ഞത് ചെറ്റത്തരമാണ് എന്ന് പറഞ്ഞു സിജോയുടെ അടുത്ത്. അതിൽ തന്നെ വ്യക്തമാണ് ഒരു കാര്യവുമില്ലാതെ ഗബ്രി ഒരു സീൻ ഉണ്ടാക്കുകയായിരുന്നു എന്നത്. ഗബ്രി ഓർത്തത് റോക്കിക്കെതിരെ അങ്ങനെ ഒരു സീൻ ഉണ്ടാക്കിയാൽ യമുനയും നമ്മുടെ ശ്രീരേഖയും ഗബ്രിയെ പിന്തുണയ്ക്കും എന്നാണ്. പക്ഷെ അവർ ആ ഒരു സ്പോർട്സ് ഫാൻസ് ബെറ്റിൽ തന്നെ എടുത്ത് ഇതങ്ങ് വിട്ടു. ഗബ്രിക്ക് പാളിപ്പോയതും അവിടെ തന്നെയാണ്. എന്തായാലും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം ഗബ്രി ജോസ്. നമ്മുടെ റോക്കി ബായ് അവിടെയൊക്കെ തന്നെ ഉണ്ടാവും. കുറെ കൂടി നല്ല ചൊറിച്ചിലും ഇരവാദവുമായിട്ട് അങ്ങോട്ട് കയറി കൊടുക്കും. അസി റോക്കി അവിടെ ഗബ്രിക്കായി കാത്തിരിക്കുന്നുണ്ടാവും.